വിജയ് ഹസാരെ ട്രോഫിയിൽ രാജസ്ഥാൻ ഉയർത്തിയ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന് ജയിച്ച് കേരളം. രാജസ്ഥാൻ ഉയർത്തിയ 344 റൺസ് വിജയലക്ഷ്യം അവസാന പന്തിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ കേരളം മറികടന്നു. ബാബ അപരാജിതിന്റെ സെഞ്ചുറിയും അവസാന ഓവറുകളിൽ വെട്ടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ച ഏതൻ ആപ്പിൾ ടോമിന്റെയും മികവിലാണ് കേരളം ജയിച്ചു കയറിയത്. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാന് വേണ്ടി കരൺ ലാംബ സെഞ്ചുറി നേടി. ഷറഫുദ്ദീൻ കേരളത്തിന് വേണ്ടി 3 വിക്കറ്റ് വീഴ്ത്തി. നമുക്കൊപ്പം ഏതൻ ആപ്പിൾ ടോം തന്നെ ചേരുകയാണ്. ഇന്നലെ അവസാന പന്തിലൊരു സിക്സർ. നമ്മൾ പറയും ഈ ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണു, പക്ഷെ ആപ്പിൾ അടിച്ച പന്ത് ഇതുവരെ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടില്ല. അതിമനോഹരമായ നമ്മൾ ആ വീഡിയോ ഏതായാലും ഇന്നലെ രാത്രി അയച്ചു തന്നിരുന്നു. ആ സംപ്രേഷണമില്ലായിരുന്നു, അതാണ് ഒരു സങ്കടം. പക്ഷേ ഒരു ലോ ഫുൾ ടോസ് ആണ്. സ്ക്വയർ ലെഗിന് മുകളിലൂടെ ഏതൻ അതങ്ങ് അടിച്ചങ്ങ് തകർത്ത് പുറത്തേക്ക് വിട്ടു. കേരളത്തിന് ജയം. ഏതൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാകില്ല. എന്തായാലും ഹാപ്പി ന്യൂ ഇയർ. ഒപ്പം തന്നെ ഇന്നലത്തെ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അവസാന പന്ത് എങ്ങനെയായിരുന്നു? വളരെ നല്ല മൊമെന്റ് ആയിരുന്നു. ബിക്കോസ് നമുക്കൊരു ക്രൂഷ്യൽ വിൻ തന്നെ ആയിരുന്നു. ബിക്കോസ് നമ്മുടെ ടീമിന് കഴിഞ്ഞൊരു മധ്യപ്രദേശ് ഗെയിമായിട്ട് അങ്ങനെ ഒരു ഗെയിം തോറ്റിരിക്കുന്നു. അങ്ങനെ ഒരു ഇതിൽ നമുക്കൊരു ഈ ഒരു ന്യൂ ഇയറിന് മുന്നേ തന്നെ നല്ലൊരു ക്രൂഷ്യൽ വിൻ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റി. വളരെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയിരുന്നു ഇന്നലെ. ഏതനെ സംബന്ധിച്ചിടത്തോളം ഏതൻ ഇന്നലെ 18 പന്താണ് നേരിട്ടത്. അതിൽ 40 റൺസ് എടുത്തു. അതിൽ 5 സിക്സർ, 1 ബൗണ്ടറി. അപ്പൊ ഇന്നലെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല, അടിക്കാൻ തന്നെയായിരുന്നു തീരുമാനം. ഏതൻ ഇറങ്ങുമ്പോൾ 287 ആയിരുന്നു അല്ലേ? അതായത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അവിടുന്ന് ഞാനും അൻകിത് ശർമ്മയുടെ ഒരു ചെറിയൊരു കൂട്ടുകെട്ട് നടത്തി ഞങ്ങളവിടെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കളി കുറച്ചുകൂടി കൊണ്ടുപോയപ്പം ഫുള്ള് പുള്ളിയുടെ തന്നെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പുള്ളി തന്നെ പറഞ്ഞത് അടിച്ചെന്നെ കളിക്കുക, ഫ്രീ ആയിട്ട് തന്നെ കളിക്കുക. എനിക്ക് ആ സപ്പോർട്ട് കിട്ടി. പിന്നെ എനിക്ക് എന്റെ ബാറ്റിങ്ങില് മീൻസ് മനസ്സിലാകെ ഒറ്റ കാര്യം വെച്ചുള്ളൂ, ടീമിനെ ജയിപ്പിക്കാൻ മാക്സിമം പറ്റുമെങ്കിൽ ടീമിനെ ജയിപ്പിച്ചിട്ട് പോവാ. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എനിക്ക് ആ മധ്യപ്രദേശ് ഗെയിമിൽ അത് കാണിക്കാൻ പറ്റിയില്ല, പക്ഷെ ഈ ഒരു ഗെയിമിൽ എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി പിന്നെയും കിട്ടി. ഞാനത് എനിക്ക് എന്റെ ബാറ്റിംഗ് കൊണ്ടും പ്രൂവ് ചെയ്യാന്നുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ പ്രൂവ് ചെയ്തു. അവസാന പന്ത് ഇങ്ങനെ ബാറ്റിലേക്ക് വരുന്ന ഒരു ഫുൾ ടോസ് ആവുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ അല്ലേ? ഇല്ല, അത് എന്തു വന്നാലും ഇപ്പൊ ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഞാൻ എന്തു വന്നാലും പുറത്തടിച്ച് കളയാനുള്ള ഒറ്റൊരു മനസ്സിലേ നിന്നിട്ടുള്ളൂ. ഓക്കെ, ബാബ അപരാജിത് അദ്ദേഹത്തിന്റെ പ്രകടനം നമ്മൾ എടുത്തു പറയാണ്. ഈ വിജയ് ഹസാരയിൽ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രകടനം പ്രത്യേകിച്ച് എടുത്തു പറയണം. ഗംഭീരമായിട്ടുള്ള ഒരു ബാറ്ററാണ്. അദ്ദേഹത്തോടൊപ്പം ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഒപ്പം അൻകിതിനൊപ്പമാണ് അല്ലേ ആ സമയത്ത് ഒരു ക്രൂഷ്യൽ ടൈമിൽ ബാറ്റ് ചെയ്തത്. അതിന് നിതീഷ് വന്ന് 2 ബോൾ എടുത്തു. അപ്പോൾ അവസാനം ഇഷ്ടമല്ല കൂട്ടുകെട്ടൊപ്പം ബാബയുടെ ഒരു എനർജി കേരള ടീമിന് എത്രമാത്രം വലിയ പോസിറ്റീവായി നൽകുന്നുണ്ട്? ഭയങ്കര ഹൈ എനർജിയാണ്. ബിക്കോസ് ബാബ അപർജിത്തിന്റെ പോയിട്ട് ഒരു ലെജൻഡിനെ ഈ ഒരു ടീമിലോട്ട് കിട്ടാൻ ഭയങ്കര വലിയ കാര്യമാണ്. ബിക്കോസ് ഓരോ മേഖലയിലായിക്കോട്ടെ, രഞ്ജി ട്രോഫിയിലായിക്കോട്ടെ, ഇപ്പൊ ഈ വിജയ സാരയിലായിക്കോട്ടെ, പുള്ളിയുടെ ഒരു വേവ് ലെന്ത് ഞങ്ങളുടെ ടീമിന് വേണ്ടി വന്നേക്കുന്നത് വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ടീമിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പുള്ളി ബാറ്റ് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, ഏത് പ്രഷർ സിറ്റുവേഷൻസിലും പുള്ളി ടീമിനെ നല്ല രീതിയിൽ എത്തിക്കുന്ന ഒരു സ്റ്റൈലാണ്. പിന്നെ ബോളിങ്ങിലും എങ്ങനെ പോയാലും ക്രൂഷ്യൽ ആയിട്ട് വിക്കറ്റ്സും കാര്യങ്ങളെല്ലാം എടുത്തു തരുന്ന ഒരു ബോളറും കൂടാണ്. അപ്പോൾ ഒരു ഓൾറൗണ്ടർ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഹൈ വാല്യുവേറ്റഡ് ഒരു പ്ലെയർ ആണ് ബാബ അപർജിത്ത്. സോ ഇന്നലത്തെ ഇന്നിങ്സ് വെച്ച് നോക്കുമ്പോൾ വളരെ ക്രൂഷ്യൽ ഇന്നിങ്സ് ആയിരുന്നു. ബിക്കോസ് ആദ്യത്തെ പോലെ തന്നെ ഒരു വിക്കറ്റ് പോകുന്നു. പിന്നെ പെട്ടെന്ന് ആ ഒരു പ്രഷർ, പിന്നെ 344 എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് ഞങ്ങൾ ചേസ് ചെയ്യുന്നു. അന്നപ്പം പുള്ളിയുടെ ബാറ്റിൽ നിന്ന് വന്ന ആ ഒരു മാർവലസ് സെഞ്ചുറി തന്നെയായിരുന്നു. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഇന്നലത്തെ ടീമിന് വേണ്ടി ആ ഒരു ജയിക്കാൻ വേണ്ടിയുള്ള ഒരു ക്രൂഷ്യൽ വിന്നിൽ. ഏതൻ 2026 പുലർന്നു കഴിഞ്ഞു. നമ്മൾ പുതിയ വർഷത്തിലെത്തി. അപ്പോൾ ഈ വർഷത്തെ ഏതന്റെ സ്വപ്നം എന്താണ്? ഇപ്പം നമ്മൾ IPL-ന്റെ ലേലം വന്നപ്പോഴേ ഏതന്റെ പേര് വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചു, ഏതനെ ആരെങ്കിലും എടുക്കണമേ എന്ന് ഞങ്ങളൊക്കെ കാത്തിരുന്നു. പക്ഷെ തൽക്കാലം അത് ഉണ്ടായില്ല. പക്ഷെ പ്രതീക്ഷ കൈവിടുന്നില്ല. ഞാൻ മനസ്സിലാക്കി ഏതൻ പല ടീമുകളുടെയും ക്യാമ്പിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം 2026 ഏതന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? കേരള ക്രിക്കറ്റിന്റെ ഒരു മുന്നോട്ട് പോക്കിനെ എങ്ങനെയാണ് ഏതൻ കാണുന്നത് പുതുവർഷത്തിൽ? വളരെ നല്ലതായിട്ടാണ്. ഇപ്പൊ ഈ വിജയസാരയിൽ ഇപ്പൊ ഞങ്ങള് ഈ ഒരു പുതിയ വർഷത്തിൽ ഇപ്പൊ തന്നെ ഞങ്ങള് ഈ ഒരു ഇനി 3 മാച്ചസും കൂടെ ഉണ്ട്. അതിനാണ് ഇപ്പൊ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങള് വരുന്ന ടൂർണമെന്റ്സ്, രഞ്ജി ട്രോഫി ആയിക്കോട്ടെ,
വരുന്ന ഏതെങ്കിലും ക്യാമ്പ്സ് ആയിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, അതെല്ലാം നല്ല രീതിയിൽ തന്നെ എടുത്ത് അത് നല്ലതായിട്ട് തന്നെ പെർഫോം ചെയ്യുക, വർക്ക് ചെയ്യുക, വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും നല്ലതായിട്ട് ചെയ്യാനുള്ള ഒരു വർഷമായിട്ട് ഞാൻ എടുക്കത്തുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം വരുന്ന വഴി വെച്ചാണ്. ഇപ്പൊ നമ്മള് നല്ലതായിട്ട് ചെയ്തിരിക്കുമ്പോൾ ഓരോ കോൾസ്, നല്ല നല്ല ഹയർ കോൾസ് വരുമ്പോൾ വരും. അതൊക്കെ അതിന്റെ പാർട്ട് ഓഫ് ഗെയിം ആണ്. ബട്ട് ഇപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, അത് നല്ലതായിട്ട് പെർഫോം ചെയ്യാനും നല്ലതായിട്ട് കീപ്പിംഗ് ഫിറ്റ്നസും കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാനേ നോക്കുന്നു. ഓക്കെ, ഇന്നലത്തെ ന്യൂ ഇയർ ആഘോഷമായി പുലർച്ചെ ഇന്നലെ രാത്രിയുടെ ന്യൂ ഇയർ ആഘോഷം ഇരട്ടി മധുരമായിട്ടുണ്ടാകും അല്ലേ? ഏതായാലും ഈ 6 അടിച്ച് ജയിപ്പിച്ചതിന്റെ ഒരു സന്തോഷം കൂടെ ടീമിലുണ്ടാകും. എല്ലാം നല്ലതായിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ക്രൂഷ്യൽ വിന്നായിരുന്നു. ബിക്കോസ് ഒന്ന് എന്റെ കൂടെ മാത്രമല്ല, ഞങ്ങളുടെ ഫുൾ ടീംമേറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം. ബിക്കോസ് ഞാനിപ്പോ അവിടെ ആ ഒരു 40 റൺ അടിക്കാൻ കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഫുൾ ടീമിന്റെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കൊണ്ടാ. ഇപ്പൊ എനിക്ക് ആ ഒരു എനർജി ബൂസ്റ്റും കാര്യങ്ങളെല്ലാം എന്റെ ഉള്ളിൽ വന്നത് ടീം അത്രയും സപ്പോർട്ട് ചെയ്തു. ബിക്കോസ് 344 എന്ന് പറയുന്നത് ആ ഒരു ടീം, രാജസ്ഥാൻ എന്ന് പറയുന്ന ഒരു ടീമിനെതിരെ ചേസ് ചെയ്യുന്ന വലിയ കാര്യമല്ല. ബിക്കോസ് ഞങ്ങൾ അവിടെ നിന്ന് കളിച്ചു, ഞങ്ങളത് പ്രൂവ് ചെയ്യാനോ എന്നുള്ളൊരു ഇത്. പിന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്റെ ഉള്ളിലും വന്നു, എനിക്കത് പ്രൂവ് ചെയ്താൽ എനിക്ക് എന്റെ ബാറ്റിങ്ങിലും കൂടെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നു. ഞാനത് പ്രൂവ് ചെയ്തു. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി. ഏതനെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. 16ാമത്തെ വയസ്സിൽ ആദ്യ രഞ്ജി ട്രോഫിക്ക് ഇറങ്ങി മാൻ ഓഫ് ദ മാച്ച് ആയിട്ട് ആദ്യം ഏതൻ ആപ്പിൾട്ടൺ സംസാരിച്ചത് മീഡിയ വണ്ണിനോടാണ്. ഏതന്റെ വളർച്ച കാണുമ്പോൾ മീഡിയ വണ്ണിന് വലിയ സന്തോഷമുള്ളതാണ്. വളരട്ടെ, കുതിക്കട്ടെ, പുതിയ സ്വപ്നങ്ങൾ കാണട്ടെ. 2026 ഏതൻ്റെതാവട്ടെ, കേരള ക്രിക്കറ്റിൻ്റെതാവട്ടെ.